പുളിങ്കുന്ന് ദേവമാതാ വലിയ പള്ളിയുടെ വികാരിച്ചനായിരിക്കുന്ന തോമച്ച ഈ പ്രസേന്തി തിരുനാൾ ഈ വർഷം ഏറ്റെടുത്ത് നടത്തുന്ന ചാത്തമ്പറമ്പൻ കുടുംബത്തിലെ കാരണവരും CMI സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് തത്തുല്യമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന ജനറാളച്ചനുമായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള തോമസ് അച്ച, സ്നേഹമുള്ള സഹോദര വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വാത്സല്യമുള്ള ദർശന സമൂഹാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ തിരുനാളിൽ പങ്കെടുക്കാനായിട്ട് കുട്ടനാടിൻ്റെ പല ഭാഗത്തു നിന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള തീർത്ഥാടകരെ, നല്ലവരായിട്ടുള്ള നാട്ടുകാരെ, ഒരുപാട് ആനന്ദത്തോടും അളവറ്റ അഭിമാനത്തോടും കൂടിയിട്ടാണ് കുട്ടനാട്ടിലെ പുരാതന പ്രസിദ്ധമായ പഴയ പള്ളികളിലൊന്നായിട്ടുള്ള പുളിങ്കുന്ന് ദേവമാതാവ പള്ളിയിലെ ഞാൻ ഇന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. ഞാൻ മേജർ ആർച്ച് ബിഷപ്പായതിനു ശേഷം ഇടവക പള്ളികളിൽ അങ്ങനെ പെരുന്നാളുകൾക്ക് പോകുന്ന ഒരു പതിവ് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഒരാളാണ്. പക്ഷേ ഈ തിരുനാളിന് ഞാൻ വരാൻ പ്രധാനമായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് കുട്ടനാടിനോടുള്ള എൻ്റെ ഇഷ്ടവും ബഹുമാനപ്പെട്ട തോമസ് അച്ചനോടുള്ള എൻ്റെ അടുപ്പവുമാണ്. കുട്ടനാട് കേരളത്തിൻ്റെ ആഹാരത്തിൻ്റെ നിലവറയാണ്. മുതുക് തല്ലി പാടുപെട്ട് പണിയെടുത്ത് ഇവിടെ വിത്തെറിഞ്ഞ് കളപറച്ച് വളം ചേർത്ത് കൊയ്തെടുത്ത് ചവിട്ടി മെതിച്ച് നെല്ലുൽപ്പാദിച്ച് അത് ആഹാരമായിട്ട് കഴിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ മലയാളികളും. അരിയുടെ നിലവറയാണ് കുട്ടനാട്. കുട്ടനാട് അരി മാത്രമല്ല ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നെല്ലറിഞ്ഞ് ഈ പാടത്ത് പാകപ്പെടുത്തിയെടുത്തതുപോലെ വിശ്വാസത്തിൻ്റെ വിത്തെറിഞ്ഞ് അതിനെ കള പറിച്ച് കളഞ്ഞ് അതിൽ നിന്ന് വിശ്വാസത്തിൻ്റെ 100 മേനി വിളവ് കൊയ്തെടുത്ത സിറോ മലബാർ സഭയുടെ വിശ്വാസത്തിൻ്റെ നിലവറ കൂടെയാണ് കുട്ടനാട്. കൈനഗിരി ഇവിടുന്ന് അടുത്തല്ല, നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട വിശുദ്ധനായ ചാവറപ്പിതാവിൻ്റെ ജന്മദേശം. കേരള സഭയ്ക്ക് ആധുനിക കാലഘട്ടത്തിൽ ഒരു മേൽവിലാസമുണ്ടാക്കിയ പുണ്യപിതാവ് ജനിച്ചു വളർന്ന പുണ്യഭൂമി. ഞാനിങ്ങ് ബോട്ടിൽ വരുമ്പോൾ എന്നോട് പറഞ്ഞു, ഈ കാണുന്ന വീടാണ് ലൂവീസ് പഴയപറമ്പിൽ മെത്രാനച്ചൻ്റെ വീട്. സിറോ മലബാർ സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ കൊടി പിടിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വന്യപിതാവ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് പരിശുദ്ധ അമ്മയുടെ ഈ ജന്മപ്പെരുന്നാൾ നിങ്ങളോടൊത്ത് ഞാൻ ആഘോഷിക്കുന്നത്. ഈ വിശുദ്ധ കുർബാന നമ്മുടെ സഭയ്ക്ക് മുഴുവൻ വേണ്ടി, നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ അർപ്പിക്കുന്നത്. സഭ കടന്നു പോകുന്ന
വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷെ മറിയത്തോട് മാലാഖ പറഞ്ഞ വാക്കുകൾ മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും മുൻപിലെ ഉത്തരവായിട്ട് എനിക്കുള്ളത്. നീ ഭയപ്പെടേണ്ട, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലെ നമ്മുടെ സഭയെയും നമ്മുടെ സഭയുടെ എല്ലാ പ്രതിസന്ധികളെയും നമ്മുടെ സഭയ്ക്ക് മുൻപിലുള്ള എല്ലാ ചക്രവാളങ്ങളെയൊക്കെ ഞാൻ ഓർമ്മിക്കുകയാണ്. ചാത്തപ്പറമ്പലച്ചനോട്, CMI സഭയോട്, സമൂഹത്തോട് എനിക്ക് ഒരുപാട് കൊടുത്താൽ തീരാത്ത കടബാധ്യതകളൊരാളാണ്. ഞാൻ ആദ്യമായിട്ട് അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായിട്ട് 2014 നിയോഗിക്കപ്പെട്ടപ്പോൾ അന്ന് എനിക്കൊരു ആസ്ഥാനം വേണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെ ഞാൻ ബാംഗ്ലൂർ ചെന്നു. അന്ന് മാണ്ഡ്യ ബാംഗ്ലൂരിലേക്ക് നീട്ടിയിട്ടില്ലാത്തൊരു കാലഘട്ടമാണ്. അന്ന് തോമസ് ഐക്യരച്ചനും ചാത്തപ്പറമ്പിലച്ചനാണ് ധർമാരാം വിദ്യാക്ഷേത്രത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാർ. എന്നോട് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, പിതാവേ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പിതാവ് ഈ മുറി സ്വന്തമായിട്ട് എടുത്തോ. ഞാൻ ധർമാരാമിലൊക്കെ ചെല്ലുമ്പോൾ ആ മുറി ഇപ്പോഴും കയറി അവിടെ ആ കസേരയിലൊന്നിരിക്കും. സിറോ മലബാർ സഭയ്ക്ക് ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷൻ കിട്ടാനുള്ള നമ്മുടെ കഠിന അധ്വാനത്തിൽ എന്നെ ബലപ്പെടുത്തിയ ഒരിടമാണ് ധർമാരാം വിദ്യാക്ഷേത്രം. അവിടെയാണ് ഞാൻ ഇരുന്നതും കുറിച്ചതും കത്തുകൾ ചിട്ടപ്പെടുത്തിയതും പലതും റോമിലേക്ക് ഉടനെ അറിയിച്ചതൊക്കെ അവിടെ നിന്നാണ്. ഒരുപാട് കടപ്പാടോട് കൂടിയിട്ടാണ് ഞാനതുകൊണ്ട് സെക്രട്ടറി അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ചാത്തപ്പറമ്പിലച്ഛൻ്റെ കുടുംബം നടത്തുന്നതാണെങ്കിൽ എനിക്ക് കടപ്പാടുണ്ട്, ഞാൻ പോകണം. ഒരുപാട് സ്നേഹത്തോടു കൂടെ ഞാനതെല്ലാം നിങ്ങളുടെ മുൻപിൽ ഓർക്കുകയാണ്. നിങ്ങൾക്കറിയാം, കത്തോലിക്ക സഭയുടെ വിശ്വാസ സംഹിതയിലെ ഏറ്റവും വലിയ പെരുന്നാളുകൾ 3 അത് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള പെരുന്നാളുകളാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹൃദയസ്പന്ദനമാണ് കർത്താവിൻ്റെ ഉത്ഥാനം. സഭയുടെ ജനനത്തിൻ്റെ ഓർമ്മയാണ് പന്തക്കുസ്ത. സഭയുടെ രക്ഷകൻ ജനിച്ച ദിവസമാണ് ക്രിസ്മസ്. ഈ തിരുനാളുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയിൽ വളരെ പ്രാധാന്യത്തോടു കൂടെ ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ. അതിലേറ്റവും പാരമ്പര്യവും പുരാതനവുമായിട്ടുള്ള തിരുനാളാണ് പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാൾ. ക്രിസ്തുവിൻ്റെ ജനനത്തെ ക്രിസ്മസ് എന്ന് വിളിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ ജനനത്തെ ചരിത്രത്തിൽ വിളിക്കുന്നത് മേരിമസ് എന്നാണ്. ക്രിസ്മസ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വലിയ തിരുനാൾ. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാരണവന്മാർ നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചത് പരിശുദ്ധ അമ്മയുടെ പട്ടുതുവാലയിലാണ്. ഇന്ന് സിറോ മലബാർ സഭയിലെ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം സൂക്ഷിക്കാൻ നമ്മുടെ കാരണവന്മാർ കണ്ടെടുത്ത പട്ടുതുവാലയാണ് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ വണക്കവും നമ്മുടെ ഭക്തിയും. ഈശോയുടെ തിരുനാളുകൾ കഴിഞ്ഞാൽ നമ്മുടെ സഭയിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കുന്ന തിരുനാളുകളിൽ ഒന്നാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാൾ. നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഇത്. സുറിയാനി സഭയുടെ പാരമ്പര്യമാണ് 8 നോമ്പ്. ആ 8 നോമ്പ് നമ്മുടേതായിട്ടുള്ള പാരമ്പര്യമാക്കി നമ്മൾ മാറ്റി.
ഈ 8 നോമ്പ് ആരംഭിക്കുന്നതിന് ഒരു ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് നിങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ അതൊന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് പള്ളികൾ മാത്രമല്ല, അമ്പലങ്ങൾ മാത്രമല്ല, ജനങ്ങളെ മാത്രമല്ല, സ്ത്രീകളുടെ വിശുദ്ധിയെപ്പോലും ആക്രമിക്കുന്ന ഒരു പ്രവണത കാണിച്ചപ്പോൾ പാവപ്പെട്ട അമ്മമാർ പള്ളിക്കകത്ത് കയറി വാതിലടച്ച് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ തങ്ങളുടെ ചാരിത്രം സംരക്ഷിക്കാൻ നടത്തിയ കൂട്ടപ്രാർത്ഥനയുടെ മണിമുഴക്കമാണ് 8 നോമ്പ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വികാരവായ്പിൻ്റെ തിരുനാളാണ്. നമ്മുടെ തറവാടിത്തം, നമ്മുടെ വിശ്വാസത്തിൻ്റെ കുലീനത്വം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധികാരികത അത് കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അമ്മമാരെ ദേവാലയത്തിൽ മുറവിളി കൂട്ടിയതിൻ്റെ സ്വർഗീയ മഴവില്ലാണ് ഈ 8 നോമ്പ് പെരുന്നാൾ. ഈ വർഷത്തെ 8 നോമ്പ് തിരുനാൾ പുരാതന പ്രസിദ്ധമായിട്ടുള്ള ഈ പള്ളിയിലെ നിങ്ങളോട് ആഘോഷിക്കാൻ എനിക്ക് കഴിയാൻ ദൈവം ഇടവരുത്തിയതിന് ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ചിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞൊന്നും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധ അമ്മയെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എലീഷ്ബ അമ്മയോട് പറഞ്ഞ വാക്ക് വളരെ സത്യമാണ്. വചനം കേട്ട നീ ഭാഗ്യവതി. വചനം കേട്ടവളാണ് മറിയം. അതേക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത്, മറിയം ഈശോയെ ഗർഭം ധരിച്ചത് നിങ്ങൾക്കറിയാം യൗസേപ്പുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആത്മബന്ധത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അമ്മയുടെ ഉദരത്തിലേക്കും ഹൃദയത്തിലേക്കും കടന്നത് ചെവിയിലൂടെയാണ്. വചനം കേട്ടവള്. മറിയം പറഞ്ഞ വാക്കുകൾ എത്ര സത്യമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. യോഹന്നാൻ ദൈവശാസ്ത്രപരമായിട്ട് അതിന് കുറേ കൂടെ അലങ്കാരത്തോടു കൂടെ പറഞ്ഞു. ക്രിസ്തു ജനിച്ചെന്നല്ല പറഞ്ഞത്, വചനം മാംസമായി. നോഹായുടെ പേടകത്തിലെ പ്രളയത്തിലെ ജീവൻ സൂക്ഷിച്ചതുപോലെ മറിയത്തിൻ്റെ ഉദരത്തിലാണ് സ്വർഗീയ സുതനെ പിതാവായി ദൈവം സൂക്ഷിച്ചത്. മറിയത്തിൻ്റെ ഉദരം നോഹായുടെ പെട്ടകം പോലെ കർത്താവിൻ്റെ സക്രാരി പോലെ എനിക്കും നിങ്ങൾക്കും ദൈവത്തെ സൂക്ഷിച്ച സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഉദരം സക്രാരിയുടെ ആദ്യത്തെ രൂപമാണ്. വചനം കേട്ട നീ ഭാഗ്യവതി, വചനത്തിന് കീഴടങ്ങിയ നീ ഭാഗ്യവതി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നു, വചനത്തിന് കാതോർക്കാതെ വിശ്വാസം വളർത്താൻ കഴിയില്ല. കർഷകൻ ഉഴുതുമറിച്ച നിലത്ത് വിത്തെറിയുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾ. ദൈവത്തോട് കാതോർത്ത് പിടിക്കുന്ന ഞാനും നിങ്ങളും വചനത്തെ കൈക്കൊള്ളാനായിട്ട് കാതു തുറക്കുക, അത് ഹൃദയത്തിലെ സ്വീകരിക്കാനായിട്ട് കരം കൂപ്പുക. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ നിർവഹിക്കപ്പെടട്ടെ. ഞാനും നിങ്ങളൊക്കെ കടന്നു പോകുന്നത് ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ്. പ്രയാസങ്ങളോട് ഇഷ്ടമില്ലാത്ത ഒരു കാലാവസ്ഥയാണ് ഇന്നത്തെ പുരോഗതി. ഇന്നത്തെ പുരോഗതി എന്ന് പറയുന്നത് എന്താണ്? പണിയെടുക്കാതെ ലോട്ടറി അടിക്കുന്ന സംവിധാനമാണ്. ഇന്ന് കുട്ടനാട്ടിൽ നിന്ന് ആളുകൾ വിട്ടുപോകുകയാണ്.
വിട്ടുപോകുന്നത് കുട്ടനാടനുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, പണിയെടുക്കാതെ പണം കിട്ടാൻ വേറെ സാധ്യതകളുണ്ടെന്ന് എങ്ങനെയോ തലയ്ക്കകത്ത് പിശാച് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഞാൻ ചാത്തപ്പറമ്പിലച്ഛൻ്റെ അമ്മയെ കണ്ടപ്പോൾ, അമ്മ പൊന്നമ്മ, അവളെ വർഷങ്ങളായിട്ട് സന്തോഷമായിട്ട് താമസിച്ച അമ്മ കഞ്ഞുകരുത്തിയാണ്. എന്നോട് പറഞ്ഞു, നമ്മുടെ നാട് പോലെ അല്ല കേട്ടോ, ഇവിടെ എല്ലാം വെള്ളവും ചെളിയൊക്കെയാണ്. അതുകൊണ്ട് ഞാനിവിടെ അധികമൊന്നും നിൽക്കാറില്ല. കുട്ടനാടിനെ സ്നേഹിക്കുന്നവരുടെ അടയാള മുദ്ര എന്താണെന്നറിയാമോ? മുതുകത്തെ വളവും കയ്യിലെ തയമ്പുമാണ്. അതാണ് നിങ്ങളുടെ തറവാട്ട് മുദ്ര. അധ്വാനത്തെ സന്തോഷമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞ സ്ഥലം. വചനം കേട്ട നീ ഭാഗ്യവതി, വചനത്തിൻ്റെ മുൻപിൽ കീഴടങ്ങിയ നീ ഭാഗ്യവതി. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതം എളുപ്പമാക്കാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ കുറുക്കുവഴികളും കർത്താവിൻ്റെ മുൻപിൽ പിശാച് കൊടുത്ത പ്രലോഭനങ്ങളാണ്. നീ ഈ കല്ലുകളെ അപ്പമാക്കുക. നീ ദൈവപുത്രനല്ലേ? നീ ഗോപുരത്തിൽ നിന്ന് എടുത്തു ചാടുക. നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാലേ ഞാൻ നിനക്ക് എല്ലാം വെറുതെ തരാം, ലോട്ടറി. നീ എൻ്റെ മുൻപിൽ കുമ്പിട്ട് ആരാധിച്ചാലേ ഞാൻ നിനക്കെല്ലാം പണിയെടുക്കാതെ, പാടുപെടാതെ, കഷ്ടപ്പെടാതെ ഞാൻ നിനക്ക് നൽകാം. പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ കൊണ്ടാടുമ്പോൾ നമുക്കൊരു അഭിമാനബോധം ഉണ്ടാകട്ടെ. നമ്മുടെ മാതൃത്വത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബങ്ങളുടെ കുലീനത്വത്തെക്കുറിച്ച്, നമ്മുടെ കാരണവന്മാരുടെ കയ്യിലെ തയമ്പും മുട്ടിലെ തടിപ്പും, മുട്ടുകുത്തിയതിൻ്റെയാണ്, കഷ്ടപ്പെട്ടതിൻ്റെയാണ്. നമ്മുടെ തറവാടിത്തം അതായിരിക്കട്ടെ. പരിശുദ്ധമ്മ വചനം കേട്ടവള്, വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചവള്. അമ്മ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എല്ലാം എനിക്ക്, നിന്റെ ഇഷ്ടം പോലെ, നിന്റെ ഇഷ്ടം പോലെ. കുരിശിൻ്റെ താഴെ നിന്ന അമ്മ ആ ഗർഭപാത്രത്തിലെ അമ്മച്ചു പറഞ്ഞ വാക്കുകളാണ് കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് പറഞ്ഞത്. പിതാവേ, എല്ലാം പൂർത്തിയായി, എല്ലാം നിറവേറി. അമ്മ പറഞ്ഞ വാക്കുകൾ ഉദരത്തിലെ ശിശു കേട്ടു. കുരിശിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, പിതാവേ, എല്ലാം പൂർത്തിയായി. എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്നേഹമുള്ളവരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഈശോ മരിച്ചു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് പട്ടാളക്കാർ മറ്റ് 2 കള്ളന്മാരുടെയും കാലിൻ്റെ മുട്ടാണ് പൊട്ടിച്ചത്. ഈശോയുടെ അടുക്ക വന്നു കഴിഞ്ഞപ്പോൾ സൈനിക പ്രമാണി പറഞ്ഞു, അത് മുട്ട് മുറിക്കണ്ട, അവൻ്റെ ഹൃദയത്തിൻ്റെ താഴെ കുത്തി നോക്ക്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, എത്ര വ്യത്യസ്തമായിട്ടുള്ള ഒരു അടയാളമാണിത്. കുന്തം കൊണ്ട് അവർ ഹൃദയത്തിൽ കുത്തിയപ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് പുറത്ത് ചാടി ചോരയും നീരും. അതാണ് സ്വർഗരാജ്യത്തിൻ്റെ അടയാളം. ചോര പൊടിയുന്നിടത്ത്, കണ്ണുനീര് വീഴുന്നിടത്ത് സ്വർഗരാജ്യം 100 മേനി വിളവ് നൽകും. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്ന ചോരയും നീരും അവൻ്റെ അമ്മയുടെ വിശ്വാസത്തിൻ്റെ കൂടെ അടയാളമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. മംഗളവാർത്ത സ്വീകരിച്ച മറിയം തിടുക്കത്തിൽ യാത്ര ചെയ്തെന്നാണ് പറയുന്നത്. മേരി ഇൻ ഹേസ്റ്റ്
മലമ്പ്രദേശങ്ങളിലൂടെ ചവിട്ടിക്കയറി. എലിസബത്തിൻ്റെ വീട്ടിൽ 3 മാസത്തോളം താമസിച്ചു സ്നാപകൻ്റെ ജനനത്തിന് വേണ്ടി. ഇത്ര മനോഹരമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ചവിട്ടിക്കയറുന്ന മറിയം, ഹേസ്റ്റ്, തിടുക്കമുള്ള മറിയം. ഈ ഹേസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഉത്തരമറിയാവുന്ന ചോദ്യക്കടലാസും ഉത്തരമെഴുതാൻ ഇഷ്ടം പോലെ കടലാസും, പക്ഷെ മണിയടിക്കും സമയമില്ലാതെ വരുമ്പോൾ കാണിക്കുന്ന തിടുക്കത്തിന് വിളിക്കുന്ന പേരാണ് ഹേസ്റ്റ്. മേരി ഇൻ ഹേസ്റ്റ്. എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ഇന്ന് നമ്മുടെ സംസ്കാരത്തിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പൈശാചികമായിട്ടുള്ള അടിമത്തം എന്താണെന്നറിയാമോ? കുത്തിയിരിക്കാനാണ് നമുക്കിഷ്ടം. സ്വിച്ചമർത്തി കാര്യങ്ങൾ നടത്താനാണ് നമുക്ക് താല്പര്യം. പുരോഗതിയോട് പിതാവിന് എതിർപ്പുണ്ടായിട്ടല്ല, ചിലരെന്നോട് പറയാറുണ്ട്, കോവിഡിന് ശേഷം പള്ളിയെ പോകുന്നില്ല പിതാവേ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന ആൾക്കൂട്ടമാണ്, ഇവിടെ ഇരുന്ന് എല്ലാം കാണാം. അത് ജീവിതത്തെ എളുപ്പമാക്കുന്ന ചില പൈശാചിക തന്ത്രങ്ങളെ പോലെ എനിക്ക് തോന്നുന്നു. ടെലിവിഷനോട് എതിർപ്പുണ്ടായിട്ടല്ല. എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്കെല്ലാത്തിനും സമയമുണ്ട്. പക്ഷെ കുർബാന കാണാൻ നടക്കാൻ, കുർബാനയ്ക്ക് മുട്ടുകുത്താൻ അവിടെ ചെന്ന കുഴപ്പമാണ്. ഇത് കൃത്യസമയത്ത് തീരും. എളുപ്പമാക്കാനുള്ള നമ്മുടെ തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ നമുക്ക് പരിശോധിക്കാം. മറിയം പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ സംഭവിക്കട്ടെ. തിടുക്കത്തിലെ മലമ്പ്രദേശത്തേക്ക് യാത്ര ചെയ്യുക. എലിസബത്തിനെ ശുശ്രൂഷിച്ചു. സ്നാപകൻ്റെ ജനനം വരെ നിങ്ങൾ അവിടെ 2 സംഖ്യകൾ കൂട്ടിപ്പഠിക്കണം. 6-ാം മാസവും 3 മാസവും. പെണ്ണുങ്ങൾക്ക് കണക്കറിയാം. 6ഉം 3ഉം 9. എലിസബത്തിനെ 6 മാസം ഗർഭത്തിൽ ശിശു ഉള്ളപ്പോഴാണ് മറിയം പോയത്. 6-ാം മാസമാണ് മംഗളവാർത്ത വരുന്നത്. 3 മാസം അവിടെ താമസിച്ചു. സ്നാപകൻ്റെ ജനനം അവള് കൈകൊണ്ട് കണ്ടു, സ്വീകരിച്ചു. കണ്ണുകൊണ്ട് കണ്ടു, കൈകൊണ്ട് സ്വീകരിച്ചു. നമുക്ക് ഈ മറിയത്തിൻ്റെ മാതൃക കാത്തു സൂക്ഷിക്കാം. പിശാചിൻ്റെ പ്രലോഭനങ്ങൾ വീഴാതെ ജീവിക്കാം. നമ്മുടെ കാരണവന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയാണ് കൊന്ത നമസ്കാരം. ചാവറയച്ചൻ അതിനു വേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. കൊന്ത നമസ്കാരത്തെ കാത്തു സൂക്ഷിക്കണം നിങ്ങൾ. കുടുംബ പ്രാർത്ഥനയിൽ ബാക്കി എല്ലാ പ്രാർത്ഥനകളും ഉണ്ടെങ്കിലും കളയാതെ സൂക്ഷിക്കണം നിങ്ങൾ. പരിശുദ്ധ അമ്മ നിങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.